الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. ബഹുമാനികളെ, ആമുഖങ്ങൾ ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട സമദ് സാഹിബ് സംസാരിക്കാനുണ്ട്, രാമന്തളി മുഹമ്മദ് സാഹിബുണ്ട്. അതുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി വഴിമാറാം. സമസ്തയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ആധികാരികമായി പറയാൻ എനിക്ക് അർഹതയോ യോഗ്യതയോ ഇല്ല. പക്ഷേ നമ്മളെ ഖുർആൻ പഠിപ്പിച്ച ഒരു ശൈലിയുണ്ട്. വെളിച്ചത്തെപ്പറ്റി അറിയണമെങ്കിൽ ഇരുട്ടിന്റെ കാഠിന്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇരുട്ടിന്റെ കാഠിന്യം മനസ്സിലാക്കിയ ആളാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അത്തരം വിഷയങ്ങൾ, എനിക്കറിയുന്ന വിഷയങ്ങളിലേക്ക് പറഞ്ഞു, അതിലൂടെ സമസ്ത എന്താണെന്ന് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. ആദ്യമായി പറയാനുള്ളത്, നമ്മളൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചു വന്നത് ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നായിരുന്നു. പക്ഷെ അത് പഠിക്കുക മാത്രമല്ല, പഠിപ്പിക്കുകയും ചെയ്തിട്ടും ചിലപ്പോഴൊക്കെ എന്നെപ്പോലുള്ളവരുടെ മനസ്സിലേക്ക് അത് കയറിയിരുന്നില്ല എന്ന സത്യം തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. ചില മിന്നുന്നതൊക്കെ കണ്ടപ്പോ ഇതാണ് സ്വർണമെന്ന് കരുതിപ്പോയ ഒരു പാവം പ്രവർത്തകനായിരുന്നു ഞാനും. പക്ഷേ കാലം കഴിഞ്ഞപ്പോ റോൾഡ് ഗോൾഡ് അഥവാ ഇമിറ്റേഷൻ ഗോൾഡും ഇങ്ങനെ മുന്നേറിയപ്പോ ചിലപ്പോഴൊക്കെ സ്വർണത്തിന് ചില, അഥവാ ആദ്യം ഈ റോൾഡ് ഗോൾഡിന്റെ അത്ര ഈ തിളക്കം ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. പക്ഷെ അത് ഉറക്കുമ്പോഴും അതിന്റെ തിളക്കം കൂടിക്കൂടി വരും. പക്ഷേ ഇമിറ്റേഷൻ ഗോൾഡിന് തുടക്കത്തിൽ ഭയങ്കര തിളക്കായിരിക്കും. പക്ഷെ അത് ഒരു കല്ലിലിട്ട് ഉരച്ചാൽ സുബ്ഹാനല്ലാഹ്, പിന്നെ ആ ഗോൾഡിന്റെ ആ തിളക്കമങ്ങ് പോയി പിന്നീട് വെറും ഒരു വെള്ള സാധനമായി അതങ്ങ് മാറും. അത് നേരെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഉരച്ചു നോക്കേണ്ട ഒരു ഘട്ടം വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ കാര്യമെന്നല്ല, ഇവിടെ കൂടിയിരിക്കുന്ന ഏതൊരാളോട് ചോദിച്ചാലും എല്ലാവർക്കും നമ്മളൊരു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 1 കോടി ഉറുപ്പിക തരാം, അല്ലെങ്കിൽ 10 കോടി ഉറുപ്പിക തരാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കളവ് പറയുമെന്ന് ചോദിച്ചാൽ പറയുമെന്ന് പറയുന്ന ഒരാളും ഈ കൂടിയതിലോ അല്ലാത്തവരിലോ ഈമാനുള്ളവരിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റ് തെറ്റുകൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന നമ്മൾ ഒരു പൈസയും തരണ്ട, ഒരു ദിവസം ഇത്ര തെറ്റ് ചെയ്യും. അതിന് പൈസ കൊടുത്ത് തെറ്റ് ചെയ്യുന്ന സമൂഹത്തിൽ, അഥവാ നമ്മളെപ്പോലുള്ള ആൾക്കാർ ചിലപ്പോ ഒക്കെ പൈസ കൊടുത്തും തെറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ഈമാൻ കുറച്ചെങ്കിലും നമ്മളിലുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയില്ല എന്നല്ല, കളവ് പറയുന്നതിനെ അങ്ങേയറ്റം ഭയക്കുകയും കോടിക്കണക്കിന് ഉറുപ്പിക തരാൻ വരാനും തമാശക്ക് പോലും കളവ് പറയാൻ ഭയക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈമാനുള്ളവരുടെ സമൂഹം. അതുകൊണ്ടാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. മറ്റു തെറ്റുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാശിങ്ങോട്ട് തരണ്ട, കാശ് കൊടുത്ത് തെറ്റ് ചെയ്യുന്ന സമൂഹത്തിൽ അത്തരക്കാരിൽ തന്നെ, അഥവാ ഞാൻ പറയുന്നത്, ഒരാള് കാശ് കൊടുത്ത് കള്ളു കുടിക്കും. പക്ഷേ അങ്ങനത്തെ ഒരാളോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കളവ് പറയുമെന്ന്
അപ്പൊ പോവാൻ തരൂ, ഒരു ചവിട്ടും തരൂ. എനിക്കെല്ലാം ഡെയിലി ഞാനെല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞാലും നിൽക്കൂല. അതാണ് ഒരു മുത്തുനബിയുടെ പേരിൽ കളവ് പറയുന്ന ആളും അല്ലാത്ത ഒരു ആശിയായ ഒരു തെറ്റുകാരനായ മുഅ്മിനും തമ്മിലുള്ള വിശ്വാസമെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വിഭാഗം പണ്ഡിത വേഷങ്ങൾ, പണ്ഡിത രൂപങ്ങൾ കളവ് പറഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോ, അല്ലെങ്കിൽ കളവ് പറഞ്ഞു എന്ന് പ്രചരിച്ചപ്പോ, അതിന്റെ സത്യാവസ്ഥ തേടി ഇറങ്ങിയപ്പോ, അത് അപ്പോഴാണ് ഞാൻ ഈ റോൾഡ് ഗോൾഡിന്റെ പ്രശ്നം മനസ്സിലാക്കിയത്. ഞാൻ എന്റെ ആദ്യകാലത്തെ പ്രിയപ്പെട്ട ഒരു ഉസ്താദുണ്ട്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്, സിറാജുലുദയിലൊക്കെ ഞാൻ കൂടിയിട്ടുണ്ട്. എന്ത് വിഷയം വന്നാലും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഈ വിഷയത്തിലൊഴിച്ച് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ചർച്ച ചെയ്യാനില്ല, അദ്ദേഹത്തിന് അതിലൊന്നും പറയാനില്ല. കാരണം അവിടെ ഈ ഗോൾഡ്, ഈ ഇവരെ കയ്യിൽ പിടിച്ച ആ റോൾഡ് ഗോൾഡ് ഒന്ന് ഉറച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് പ്രഖ്യാപനം വന്നത്. എന്തിനാണ്? ഗോൾഡാണ് കയ്യിലുള്ളതെങ്കിൽ അത് കൊടുക്കും ഉറച്ചു നോക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത്, ഒരു സംശയം വന്നപ്പോ ഞാൻ എന്നെപ്പോലുള്ള പലരും ചോദിച്ചു, ഞാൻ ചോദിച്ചു ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? അപ്പൊ പറഞ്ഞു, ഉസ്താദ് കൊണ്ടുവന്നു, നമ്മൾക്ക് വിശ്വാസമാണ്. അപ്പൊ ചോദിച്ചു, ഇസ്തിഗാസയും ഉസ്താദ് വിശ്വസിച്ചിരുന്നില്ലേ? തവസ്സുലും ഉസ്താദ് വിശ്വസിച്ചിരുന്നില്ലേ? സ്ത്രീ പള്ളിപ്രവേശത്തെ പറ്റിയും ഉസ്താദ് വിശ്വസിച്ചിരുന്നില്ലേ? അന്നൊക്കെ തെളിവ് ചോദിച്ചപ്പോ എന്ത് നിങ്ങൾ പറഞ്ഞു? അപ്പോഴും പറയാൻ പോരായിരുന്നോ ഉസ്താദ് വിശ്വസിച്ചു എന്ന്? അപ്പൊ ഞങ്ങൾക്ക്, ബുദ്ധിയുള്ള സമൂഹത്തിന് മനസ്സിലാകും ഇതിലെന്തോ ഒരു കളവുണ്ട് എന്ന്. അതുകൊണ്ട് അതിന്റെ ഒരു അന്വേഷണത്തിൽ ചെറുങ്ങനൊന്ന് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് റോൾഡ് ഗോൾഡാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അൽഫമറ ഞാൻ മനസ്സിലാക്കി. അഥവാ ഇരുട്ടിന്റെ ഇവരെന്താണ് ഈ സമസ്ത എന്നും പറഞ്ഞിട്ട് ഞാൻ മുമ്പേ കേട്ടു, വ്യാജ സംഘടന എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച്, ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ വിചാരിച്ച് ഈ തലപ്പാവും താടിയൊക്കെ വെച്ചാല് ഇങ്ങനെ കളവ് വരും. കാരണം ഈ കരച്ചിലുകളൊക്കെ കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഇവരുടെ പ്രസംഗത്തിലെ കരച്ചിലുകൾ കേട്ട് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അപ്പോഴും ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ ചെറിയ ഒന്ന് രണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് ഉസ്താദ് വരുന്നത് വരെ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാനിങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ ഈ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം വളരെ നല്ല വേഷഭൂഷാദികളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അടിപൊളി വേഷഭൂഷാദികളാണ്. നല്ല വണ്ടിയാണ്, നല്ല പ്രസംഗമാണ്, നല്ല ദുആ ആണ്, നല്ല കരച്ചിലാണ്. ഇതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും തദൈവ. പക്ഷേ അപ്പോഴും ഞാൻ ഇവരെയൊക്കെ ഫോളോ ചെയ്ത് ഇവരെയൊക്കെ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ, എന്റെ രണ്ടു മക്കൾക്ക്, എന്റെ ഒരു മോൻ ഇവിടെ ഉണ്ട്, അവന്റെ ഒരു മുഹമ്മദ് എന്നാണ്, അതിട്ടത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. മറ്റു രണ്ടാമത്തെ മകൾക്ക് പേരിട്ടത് ഫാത്തിമ റഹ്മാൻ എന്നാണ്, അതും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. എന്ന് മാത്രമല്ല ഈ കുട്ടിയുടെ വായിലേക്ക് AP അബൂബക്കർ മുസ്ലിയാർ കടിച്ച ഈത്തപ്പഴം വെച്ചു കൊടുത്ത ആളാണ് ഞാൻ. ഞാൻ പറയുന്നത് അള്ളാഹു അതിന്റെ എല്ലാ ദോഷവും എന്റെ മുന്നിൽ നിന്ന് ഒഴിവാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് അവരോടൊരു ദേഷ്യമില്ലായിരുന്നു. ദേഷ്യം ഉണ്ടായിരുന്നു ഞാൻ ഈ പണിയൊന്നും ചെയ്യൂലല്ലോ. പക്ഷേ ഈ ഞങ്ങളെ പോലത്തുള്ള ആൾക്കാർ കുറച്ച്, അഥവാ ഇവരൊക്കെ ഇഖ്ലാസോടെ സ്നേഹിച്ചപ്പോ അള്ളാഹു അഥവാ പണ്ഡിതന്മാർക്ക് സമസ്തയിലുള്ള ഉലമായിന് ഇദ്ദേഹത്തെ നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ബുദ്ധി കുറഞ്ഞവർക്കും കൂടി അള്ളാഹു ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം അള്ളാഹു വളരെ പ്രകടമാക്കി ഇയാള് ഈ ഇമിറ്റേഷൻ ഗോൾഡാണ്, ഇത് പണ്ഡിതൻ ഉഹ്റവിയായ പണ്ഡിതനല്ല എന്ന് ഒരു കുട്ടിക്കും എതിരാളിക്ക് പോലും, ഞാൻ പറയുന്നത് ആലങ്കാരികമല്ല, ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ച ആളാണ്, ആലങ്കാരികമല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ എന്നെ എതിർക്കുന്ന ഒരാൾക്ക് പോലും, ഇന്ന് എന്നോട് സംസാരിച്ച ഒരാൾക്ക് പോലും AP അബൂബക്കർ മുസ്ലിയാർ മുടി വിഷയത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് ഈ വാദമില്ല. ഇപ്പോഴുള്ള വാദം വളരെ വിചിത്രമാണ്. അതൊരു ഫർളായ കാര്യമല്ലല്ലോ. നിങ്ങളോട് ഉസ്താദ് പറഞ്ഞിക്കോ അത് അംഗീകരിക്കാൻ എന്നുള്ള വാദത്തിലേക്ക് എത്താൻ തന്നെ കാരണം എന്താ? കളവാണ് പറഞ്ഞെന്നുള്ള തർക്കമില്ല. അപ്പോഴാണ് ഞാൻ
ചിന്തിച്ചുപോയി, എന്താണ് സംഭവിച്ചത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്നെ വല്ലാതെ കൺഫ്യൂഷനാക്കി. എന്തുകൊണ്ടാണ് ഈ പണ്ഡിത രൂപങ്ങൾ ഇങ്ങനെയൊക്കെ കളവ് പറയുന്നതെന്ന് കണ്ടപ്പോ, അല്ലെങ്കിൽ ഇവരിങ്ങനെയും പരസ്യമായിട്ട് ഒരു വ്യാഖ്യാനിക്കാൻ പോലും പഴുതില്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്നത് കണ്ടപ്പോ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു ഹദീസിന്റെ വിശദീകരണം, മിശ്കാത്തിൽ ഒരു ഹദീസുണ്ട്, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീനി ബിർറജുൽ ഫാജിർ, ഈ ദീനിനെ തെമ്മാടികളുടെ കരങ്ങൾ കൊണ്ടും അല്ലാഹു ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ ഹദീസ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അതുപോലെ ഫൈദുൽ ഖദീറിൽ ഇമാം മനാവിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജാമിഉ സഗീറിലെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ, ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പറയാണ്, വഖദ് ജറൽ ആദത്തുൽ ഇലാഹിയ, ഇലാഹ് അല്ലാഹുവിന്റെ ഒരു സംവിധാനം തന്നെയുണ്ട്. എന്താണ് സംവിധാനം? ഒരു ത്വയ്യിബായ വിഷയത്തിൽ, അഥവാ ഏറ്റവും സുഗന്ധമുള്ള, ഏറ്റവും നല്ല, ഏറ്റവും പരിശുദ്ധമായ ഒന്നിലേക്ക് ഖബീസായ മോശമായ ഒന്നിനെ ഉണ്ടായാൽ, കലർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എടുത്തങ്ങട്ട് കളയും. എങ്ങനെ കളയും? ഇമാം സയ്യിദ് സുംഹൂദിയെ ഉദ്ധരിച്ചുകൊണ്ട് ഫൈദുൽ ഖദീറിൽ ഇമാം മനാവിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, എങ്ങനെയാണ് കളയാ? അല്ലാഹു അവരുടെ തട്ടിപ്പുകളെ ജനങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരും. അവരുടെ മുളുമറാത്തുകൾ അവർ ഒളിപ്പിച്ചു വെച്ചതിന് അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും. അവരുടെ ഔറാത്തുകൾ, രഹസ്യത്തിൽ ചെയ്ത പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഹബീസ് ത്വയ്യിബിൽ നിന്ന് ഹബീസിനെ വേർതിരിക്കും. അപ്പോഴും ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് മിഷ്കാത്തിന്റെ വിശദീകരണത്തിൽ, മിർക്കാത്തിൽ കുറച്ചും കൂടി കാണാം. അവര് ദർസ് നടത്തും, അവര് ഗ്രന്ഥരചനകൾ നടത്തും, അവര് പള്ളിയുണ്ടാക്കും, അവര് റിബാത്തുകൾ ഉണ്ടാക്കും. അവരെ കൊണ്ട് ദീനിന് ചിലപ്പോൾ ഗുണവും കിട്ടിയേക്കും, പക്ഷേ അവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അവര് വഹുവൽ മഹ്റൂമൂൻ, അവര് തടയപ്പെട്ടവരാണ്. അവർക്ക് ഒരനുഗ്രഹവും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടൂല എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ചില പ്രവർത്തനങ്ങൾ, അവരിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് സൂഉൽ ഖാത്തിമത്ത് വരാൻ ഏറ്റവും സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് കാണാം. അപ്പോഴാണ് എനിക്കിതിന്റെ ഹക്കീക്കത്ത് മനസ്സിലായത്, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. എന്തുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ചിലര് പുറത്തുപോയത്? അപ്പോൾ അള്ളാഹു ചെയ്ത സംവിധാനമാണ്, അല്ലാതെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹു ചെയ്തതല്ല, കണ്ണിയത്ത് ഉസ്താദ് ചെയ്തതല്ല, നമ്മളാരും ചെയ്തതല്ല. അത് ഈ ത്വയ്യിബായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇടയിൽ ആവേശം ധരിച്ചുകൊണ്ട്, ത്വയ്യിബായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ആവേശം ധരിച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്ക് വേർതിരിച്ചു തരൽ അള്ളാഹു ഏറ്റെടുത്തതാണ്. അതാണ് വഖദ് ജറൽ ആദത്തുൽ ഇലാഹിയ, അള്ളാഹുവിന്റെ ആദത്താണത്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും പുറത്തു വന്നതിൽ ആർക്കും ഞങ്ങളോട് പരാതി വേണ്ട. ആരെങ്കിലും അന്വേഷിച്ചിട്ട് പുറത്തു കൊണ്ടുവന്നതാണെന്നും കരുതണ്ട. ഇതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ കുദറത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചറിയാൻ ഇനി ഒന്നുമില്ല. എ.പി. അബൂബക്കർ മുസ്ലിയാർ കളവ് പറഞ്ഞു എന്നതിൽ തർക്കമുള്ള ഒരാളും ഇന്ന് ഈ വിഷയം അറിയുന്നവർ കേരളത്തിൽ എ.പി. വിഭാഗത്തിലില്ല. കാരണം ഈ ചില വിഷയത്തിലൊക്കെ കളവ് പറഞ്ഞാല് അത് ഹബിയായിരിക്കും, എല്ലാവർക്കും തിരിയൂല. പക്ഷെ ഈ വിഷയത്തിൽ വന്ന കളവുകൾ മനസ്സിലാവാത്തവൻ, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും മനസ്സിലാവാതിരിക്കില്ല. എന്തിനധികം പറയണം? മർക്കസിലൊരു മുടി, ഒന്നല്ല 2-3 കഷ്ണമുണ്ട്. ഇതിന് നിഴലില്ല എന്ന് ഇവരെ കൊണ്ട് അള്ളാഹു പ്രസംഗിപ്പിച്ചു. നെല്ലിക്കുത്ത് പറഞ്ഞു, നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസംഗിച്ചു, നിഴലില്ല. അതുപോലെ തന്നെ എ.പി.യും പറഞ്ഞു, നിഴലില്ല. അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചു. എന്നിട്ട് നമുക്ക് കാണിച്ചു തരാണ്. അദ്ദേഹത്തിന് മുടി കൊടുത്ത ഹസ്രജി മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ നെഞ്ഞത്ത് തന്നെ നിഴല്, വീഡിയോയിൽ എല്ലാവർക്കും കാണാവുന്നതാണ്. നെഞ്ഞത്ത് തന്നെ നിഴല്. അപ്പോഴും തന്നെ ഞാനിങ്ങനെ പറഞ്ഞു, ഒരാളോട് പറഞ്ഞു, അള്ളാഹു അടയാളപ്പെടുത്തി, കണ്ടില്ലേ, അയാളെ നെഞ്ഞത്ത് തന്നെ അയാളുടെ ഈ കളവിനെ അടയാളപ്പെടുത്തി. ഇനി എങ്ങനെയാണ് കാണിച്ചു തരേണ്ടത് എന്ന് മാത്രമല്ല, മർക്കസിൽ മുടി കൊടുത്ത അയാളിൽ നിന്ന് മുടി പലർക്കും ലഭിച്ചു. അവരൊക്കെ ഈ മുടികൾ ഇന്നും രാമന്തളി സാഹിബിന്റെ കയ്യിൽ മുടിയുണ്ട്, ഇതിനൊക്കെ നിഴലുണ്ട്. അപ്പൊ മർക്കസിലെ മുടിക്ക് നിഴലുണ്ട് എന്ന് ഞാന് പ്രിയപ്പെട്ട
മുഹമ്മദ് സക്കാഫി മലയമ്മയോട് ചോദിച്ചു, നിങ്ങൾ ഈ മുടി കണ്ടിരുന്നോ? അപ്പൊ പറഞ്ഞു, AP-ന്റെ 3-ാമത്തെ റൂമിലാണിത് വെക്കല്, ഈ ഡ്രസ്സൾമാരിന്റെ മുകളിലാണ് വെക്കല്. ഞാൻ പലപ്പോഴും അതെടുത്ത് നോക്കിയിട്ടുണ്ട്, അതിന് നിഴലുമുണ്ട്, എല്ലാ സംഭവത്തും ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴിതിന് നിഴലില്ല എന്നിവർ ആദ്യം പറഞ്ഞു. പിന്നെയോ നിഴല് കണ്ടു. അപ്പോഴാണ് ഇവിടെയാണ് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത് ഞാൻ നല്ല വിളവനാണ് എന്നാണ് അദ്ദേഹം കടന്നു വരുന്നത്. എന്താ അദ്ദേഹം ഭയപ്പെട്ടതെന്നോ? നിഴലില്ല എന്നിങ്ങനെ പ്രസംഗിച്ച് നടന്ന ഈ മുടി നമ്മുടെ അണികൾ ഇപ്പോൾ ഇങ്ങനെ നമ്മളനുസരിച്ച് നടക്കുന്ന പാവങ്ങളാണെങ്കിലും എപ്പോഴെങ്കിലും ഇതിലൊരു പ്രശ്നം വന്നിട്ട് ഇതെങ്ങാൻ പരിശോധിക്കണം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ വെള്ളത്തിലാവൂലേ? ഈ ബിൽഡിംഗ് ഒക്കെ എടുത്തു വെച്ചിട്ട് ആൾക്കാരൊന്നുമില്ലെങ്കിൽ ഇത് തീറ്റിപ്പോറ്റാനാവൂലല്ലോ. അങ്ങനെ ഇതിന് ഈ കറാമത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കെന്ത് ഈ പിരിവിങ്ങൽ വരണല്ലോ. അങ്ങനെ അതൊക്കെ നിന്നുപോകും ഇതൊന്ന് പരിശോധിക്കപ്പെട്ടാൽ. അപ്പോഴാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തീരുമാനിച്ചു, എന്തായാലും AP-യും രക്ഷപ്പെടണം, അതുപോലെ നമ്മുടെ സിറാജുൽ ഹുദയും രക്ഷപ്പെടണം. പിന്നെ ഉള്ളതെന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഈ ഹബീബ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ, പ്രയാസമൊന്നും വരില്ലല്ലോ. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, ഇത് അഥവാ പരിശോധിക്കപ്പെട്ടാൽ, മുൻകൂറിലാമെടുത്ത പരിശോധിക്കപ്പെട്ടാലോ. അങ്ങനെയാണ് ഈ നാദാപുരത്ത് വെച്ച് അയാൾ ഒരു ചോദ്യക്കാരനെ ഉണ്ടാക്കി. എന്നിട്ട് അയാൾ ആദ്യം പ്രസംഗത്തിൽ ആർക്കും തിരിയാത്ത രൂപത്തിൽ പറഞ്ഞു, ഒരു ഹദീസ് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സൈനബി റളിയല്ലാഹു അൻഹ നിഴല് കണ്ടു, അതൊരു പുരുഷന്റെ നിഴലാണ്, നിഴല് കണ്ടു 8 പ്രാവശ്യം 9 പ്രാവശ്യം. അപ്പോഴെന്നിട്ട് ഇയാളെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പൊ ഇതൊന്നും പറഞ്ഞില്ല. എന്നിട്ട് വേറൊരാളെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ലാന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ തഹ്ഖീഖ് അൽ മുഹഖിഖ് വന്ന് ഒരൊറ്റ തഹ്ഖീഖ് പറഞ്ഞു. എന്താണ് പറഞ്ഞോ? അത് നിഴലുണ്ടാകൂല എന്ന് പറഞ്ഞാല് എപ്പോഴും എവിടെയും നിഴലുണ്ടാകൂല എന്നല്ല, നിഴലുണ്ടാകൂന്ന് പറഞ്ഞാല് എപ്പോഴും എവിടെയും ഉണ്ടാകുന്നല്ല. ഇടക്ക് നിഴലുണ്ടാവാറുണ്ട്, ഇടക്ക് നിഴലില്ലാത്തതും ഉണ്ട്. ചവിട്ടിപ്പോകുന്ന സമയത്തൊന്നും നിഴലുണ്ടാവില്ല എന്ന് മൂപ്പർ ഒരൊറ്റ തഹ്ഖീഖ്. എന്നിട്ട് നസഫി, തഫ്സീർ നസഫി ഒന്നും പറയണ്ട, ഞാൻ ആ വിഷയങ്ങളൊന്നും പറയേണ്ട ഘട്ടമല്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? എന്റെ ഏറ്റവും പ്രയാസം എന്താന്ന് വെച്ചാല്, ഇവരെ ഈ മുടിക്ക് വേണ്ടി ലോകത്താരും പറയാത്തൊരു വാദം മുത്തുനബിയുടെ പേരിൽ പറഞ്ഞു. ഈ ഞാൻ നിഴലുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതിന് മുമ്പ്, ആ വിഷയം വിവാദം വരുന്നതിന് മുമ്പ്, അല്ല ഹസായിസുൽ കുബ്ര എന്ന് പറയുന്ന ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് നോക്കിയിരുന്നു. അപ്പോൾ അതിന്റെ ചോട്ടില്, അഥവാ നിഴലില്ല എന്ന് പറയുന്നതിന്റെ ചോട്ടില് ഒരു വഹാബി അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇവർ പറയുന്ന നിഴല് ഇല്ലാതിരിക്കോ? നിഴലുണ്ടാകും. കാരണം എന്താണ്? ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ ഈ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിഴലുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ നിഴലുണ്ടാവുന്ന പറഞ്ഞു. ഈ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഇമാമിങ്ങളും പറഞ്ഞു നിഴലുണ്ടാവൂല. പക്ഷെ അവിടെയാണ് പ്രിയപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ പുതിയൊരു ഗവേഷണം, അതിന്റെ അവാർഡ് തന്നെ കൊടുക്കേണ്ടതാണ്. ആദ്യമായിട്ട് ദുനിയാവിലാദ്യമായിട്ട് ഇടക്കുണ്ടാവില്ല എന്ന് കണ്ടുപിടിച്ചത് ഈ ഒരു മുടിയെ ന്യായീകരിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുകയാണ്. നമ്മുടെ മർക്കസിലെ ആ മുടിക്കഷ്ണത്തിനൊപ്പിച്ച് ദീനിനെ വികലപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് വന്ന അതിനേക്കാൾ അപകടകരമായ കാര്യം, ഇത് കത്തിപ്പോയി പോലും. അപ്പോ ഇത് കത്തിപ്പോയാൽ ഇപ്പൊ എന്താ വേണ്ടി? നമ്മളാണെങ്കിൽ പറയും അത് മുത്തുനബീന്റെ അല്ല, അത് ഏതോ ചങ്ങായി കൊടുത്തല്ലേ, അങ്ങനെ മുടി കത്തൂലേ, മുത്തുനബീന്റെ ആണ്ടെ കത്താണ്ടിക്കല്ല നമ്മൾ പറയാം. ഇയാള് പറഞ്ഞത്, ഇയാള് ഒന്ന് പ്രസിഡന്റ് ആയിരുന്നു അന്ന് പൊന്മള, ഇപ്പോ അന്ന് സെക്രട്ടറി ആയിരുന്നു പേരോട്. ഇപ്പൊ രണ്ട് തഹ്ഖീഖ് പറഞ്ഞു, 2 വിഷയങ്ങളങ്ങ് പറഞ്ഞു. രണ്ടാൾക്കും സംരക്ഷിക്കേണ്ടത് ഒറ്റ കാര്യത്തെയാണ്, മുടീന. പേരോടിന് AP-നെ സംരക്ഷിക്കണം, പൊന്മളക്ക് സംഘടനയെ സംരക്ഷിക്കണം. പൊന്മള ഉസ്താദിന് പണ്ടേ AP-നെ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് എനിക്ക് ആദ്യം അറിയാം. അതെല്ലാവർക്കും അറിയുന്നതാണ്, സംഘടനക്കുള്ളിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ പക്ഷെ പൊന്മളക്ക് AP തകർന്നാൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. സംഘടന തകരും, സംഘടന തകർന്നാൽ മൂപ്പർക്ക് പ്രശ്നമാണ്. അപ്പോ AP-യെ ഉസ്താദ് എന്നുള്ള നിലക്ക് പേരോടിനെ സംരക്ഷിക്കണം, സംഘടന തകരാതിരിക്കാൻ
പൊന്മുളക്ക് സംരക്ഷിക്കണം. അപ്പൊ രണ്ട് തഹ്കീക്കുകളും ഇറക്കി. ഒരാൾ പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് മോചിതത്ത് ഖുർആനല്ലാത്തത് എല്ലാം മുറിഞ്ഞു, ഖുർആൻ മാത്രമേ ബാക്കിയാവൂ. അപ്പോഴെന്താ ആലോചിച്ചില്ല? നമ്മൾ ഇസ്തിഹാസയെ ആലോചിച്ചില്ല. നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന് ശേഷം വെള്ളം കൊടുത്തു എന്ന് പ്രസംഗിച്ചത് ഓർമ്മിച്ചില്ല. അതുപോലെ നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വായിൽ ഉമിനീര് ചേർത്ത് കൊടുത്തത് നമ്മൾ ആലോചിച്ചില്ല. അതൊക്കെ മുഅ്ജിസത്തല്ലേ, അത്ഭുതങ്ങളല്ലേ? അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായ അത്ഭുതങ്ങൾ ഇമാമിങ്ങൾ പറയുകയാണ്. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു ഹബീബായ തങ്ങൾക്ക് മുഅ്ജിസത്ത് അന്നുണ്ടാകുമെന്നല്ല പറഞ്ഞത്. നമ്മുടെ ലോകത്ത് നമ്മൾ അശ്അരിയാക്കളല്ലേ, അശ്അരി മദ്ഹബ് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ആ അശ്വരി തരീഖത്തിൽ രണ്ടാം അശ്അരി എന്നറിയപ്പെട്ട ഇമാം ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഹിജ്റ 400 രചിക്കപ്പെട്ട കിതാബാണ് അൽ ഇൻസാഫ്. അതിൽ വളരെ ഹിജ്റ 400 എഴുതപ്പെടുകയാണ്. നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ് കുറെ വിഷയങ്ങൾ എഴുതി. അതിലുള്ളതാണ് അമ്പിയാക്കന്മാർ ഒരിക്കലും അവരുടെ സ്ഥാനം നീങ്ങൂല, അവരുടെ മുഅ്ജിസത്ത് നശിക്കൂല എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസമായി ഉറപ്പിച്ചുകൊള്ളണം എന്ന് പറഞ്ഞത് ആ അശ്അരിയാക്കൾ ശഅരിയാക്കളായി മാറിയപ്പോ, അശ്അരിയാക്കൾ മുടിക്കാരായി മാറിയപ്പോ ആ മഹാനായ ബാഖില്ലാനി ആരാണെന്നറിയാത്ത പണ്ഡിതന്മാരുണ്ടോ? ഇമാം ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം പഠിപ്പിച്ച് അൽ ഇൻസാഫ് എന്ന കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതിനെതിരെ പൊന്മള പറഞ്ഞപ്പോ ഒരൊറ്റ മനുഷ്യനുണ്ടായോ ആ സംഘടനയില് അതൊന്ന് തിരുത്തിക്കാൻ? അതിനെ ന്യായീകരിച്ചുകൊണ്ട് എത്ര ഇമാമിങ്ങൾ പേരിൽ കളവ് പറഞ്ഞു. ലോകത്തൊരൊറ്റ ഇമാമും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, തുഫയോദിയ പണ്ഡിതന്മാരില്ലേ, ഈ ഇവരൊക്കെ തുഫ ഓതിക്കൊടുക്കുന്നവരാണെന്ന് അവകാശം പറയുന്നില്ലേ? ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് തുഫയിൽ തന്നെ ചർച്ചയില്ലേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം ഓരോ ദിവസവും വർദ്ധിക്കലല്ലേ, അവിടുത്തേക്ക് സ്ഥാനം കുറയുമെന്ന് ലോകത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്? ഹബീബിന് ഇപ്പൊ ഒന്നും കിട്ടാത്തത് കൊണ്ടാണോ? ഹബീബിന് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന്റെ ആദ്യം മുതൽ ഇങ്ങോട്ടങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഹബീബിന്റെ സ്ഥാനം വർദ്ധിക്കലല്ലാതെ ചുരുങ്ങലില്ലെന്ന് ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഒരു ഇമാമിനും ഒരു സാധാരണക്കാരനും തർക്കമില്ല കേട്ടോ. ഇബാറത്തുകൾ വലിയ മൊയ്ലാമാരായിട്ട് അന്തമില്ലാതെ കിതാബിന് അർത്ഥം വെച്ചു. എന്നിട്ട് പറഞ്ഞു അന്നൽ മുഅ്ജിസാത്തുൽ അംബിയ, എല്ലാ അമ്പിയാക്കന്മാരും മുഅ്ജിസത്തുകളും ഇൻഖറദത് ബി മൗതിഹിം എന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ കിതാബ് നോക്കിയില്ലേ? എന്താണ് അതിന്റെ അർത്ഥമെന്ന് ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചതല്ലേ? അൽ മിനഹുൽ മക്കിയയില് ഇമാം ഇബ്നു അൽ ഹൈതമി തങ്ങൾ വിശദീകരിച്ചതല്ലേ? അതുപോലെ എല്ലാ കിതാബിലും അത് തിരിയാത്തൊരു മൊയ്ലിയാറുണ്ടാവോ? അവിടെ പറഞ്ഞതൊക്കെ എന്താണെന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളണം, സുന്നികൾ ഉറപ്പിച്ചോളണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കുറവ് വരുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഹബീബിനോട് ചെയ്യുന്ന ക്രൂരതയാണ്, അള്ളാഹുവിന്റെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യലാണ്. കാരണം ഹബീബിന് അള്ളാഹു എല്ലാ ദിവസവും പവർ വർദ്ധിപ്പിച്ചു കൊടുക്കലാണ്. അതുകൊണ്ടല്ലേ നമ്മളെ കൊണ്ട് സ്വലാത്ത് ചെല്ലിക്കുന്നത്. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോ അതൊക്കെ ഒരു സബബായിട്ട് ഹബീബിന് ഇന്നലത്തേക്കാൾ പവറുള്ള ഹബീബല്ലാതെ ഇന്നലത്തേക്കാൾ ഒരു റൂഹുള്ള ഹബീബ് നമുക്കില്ല കേട്ടോ. അത് ശഅരിയാക്കൾക്കുണ്ടാകും, അശ്അരിയാക്കൾക്കില്ല, മാതുരീദികൾക്കില്ല. എന്തിന് സലഫികൾ പോലും അങ്ങനെ പറയൂല. അതുകൊണ്ട് അവരൊക്കെ പറയുന്ന വേറെ വിഷയങ്ങളാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്ത മിനഹ്, ആ ഔദാര്യം പിൻവലിച്ചു എന്നാണോ? മരണം കൊണ്ട് നീങ്ങിയെന്നാണോ? നിങ്ങളറിയോ, ഞാനൊക്കെ ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗം കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞിരുന്നു മുഅ്മിനീങ്ങളുടെ അവസ്ഥ, ഔലിയാക്കന്മാരുടെ അവസ്ഥ പറഞ്ഞിരുന്നു. ഔലിയാക്കന്മാരെ പറ്റി പറയാണ് സവാഉം മഹ്യാഉം വമാതിഹിം സാഅ മാ യഹ്കുമൂൻ എന്നുള്ള ആയത്തോതിയിട്ട് അവരുടെ ജീവിതവും മരണവും സമമാണ്, അവരുടെ ജീവിതവും മരണവും സമമാണ്. എന്നിട്ട് തഫ്സീർ വായിച്ചില്ലേ, ഫിൽ ബഹജത്തി വൽ കറാമ, അവരുടെ മഹത്വത്തിന്റെ വിഷയത്തിൽ ജീവിതവും മരണവും സമമാണ്. മരണം കൊണ്ട് ഒരു പ്രത്യേകതയും ഒരു മുഅ്മിന് പോലും നീങ്ങുന്നില്ല.
എന്നിട്ടല്ലേ ഹബീബിന്റെ പേരിൽ ഞാൻ പറഞ്ഞു വന്നത്. ആ ഹബീബിന്റെ മുഅ്ജിസത്തിനെ നിഷേധിച്ചു ആര്? പ്രസിഡന്റ്. പക്ഷേ നിങ്ങൾക്കറിയോ, അദ്ദേഹം നിഷേധിച്ചതിനേക്കാൾ അപകടകരമായൊരു കാര്യം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചെയ്തു. പക്ഷേ ഞാൻ പലരുടെയും സംസാരം കേട്ടപ്പോൾ ആരും അതത്ര ഗൗനിച്ചതായിട്ട് തോന്നിയില്ല. നമ്മൾ വളരെ നന്നായിട്ട് പഠിച്ചോളണം, മനസ്സിലാക്കിക്കൊള്ളണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഖുർആന് ഫീ ഹാബിൻ, ഖുർആൻ ഒരു തോലില് അല്ലെങ്കിൽ ഉറക്കിടാത്ത തോലില് ചേർത്തിട്ട് സുമ്മ ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് ഇട്ടാൽ മഹ്തരിക്കു, കരിയൂല. സുമ്മ ഉൽഖിയ ഫിന്നാർ. അപ്പോൾ ഈ ഹദീസ് കണ്ടിട്ട്, ഈ ഹദീസ് പറഞ്ഞിട്ട് പേരോട് പറയാ, ഇങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, എന്നിട്ടത് ഫലിക്കുന്നുണ്ടോ? എന്നാൽ ചില ബിൽഡിങ്ങുകളൊക്കെ കത്തിയപ്പോ അവിടെ ചില ഖുർആൻ കത്താതെ ബാക്കിയായി. അത് ഖുർആനിന്റെ മഹത്വമാണ്, ഹബീബ് തങ്ങൾ പറഞ്ഞതിന്റെ പുലർച്ചയാണ് എന്ന്. ഉസ്താദെ, ഒരിക്കൽ ഫലിക്കാതെ പോയാൽ അത് നുബുവത്തിന്റെ പൊട്ടിപ്പൊളിഞ്ഞങ്ങ് പാളീസായി പോകും. നുബുവത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇതേ സംഭവം പേരോട് അബ്ദുറഹ്മാൻ സഖാഫ് ഇത് പറയുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങളല്ലേ പറയാറ്, അഹ്ലു തഹ്ഖീഖല്ലേ കിതാബ് നോക്കിക്കോ, തഅ്വീൽ മുഖ്തലിഫുൽ ഹദീസ് എഴുതാൻ കാരണം എന്തായിരുന്നു? ഇബ്നു ഖുതൈബത്തുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഹിജ്റ 280 വഫാത്തായ മഹാനല്ലേ. ആ കാലത്ത് ഒരു കക്ഷികൾ വന്നു, എന്നിട്ട് പറഞ്ഞു ഈ ഹദീസ് മുത്തുനബി പറഞ്ഞതല്ല, കാരണം അത് കണ്ണുകൊണ്ട് കാണുന്നതിനെതിരാണ്, എന്നെതിരാണ്. അപ്പൊ അവർ കാണിച്ചൊരു മാന്യത ഉണ്ടല്ലോ, കാരണം അവർക്കറിയാമെന്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊലലാതിരിക്കൂല. പക്ഷേ അന്ന് ഇമാമിങ്ങൾ പറഞ്ഞു, മക്കളെ അതിന്റെ അർത്ഥം അതല്ല. ഖുർആൻ തോലിലെഴുതി തീയിലിട്ടാ കത്തൂല എന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്താണ്? സുമ്മ ഉൽഖിയ ഫിന്നാർ, നരകത്തിലിട്ടാൽ എന്നാണ് ഒരു വ്യാഖ്യാനം. കാരണം അവിടെ മിഷ്കാത്ത് ഹദീസ് നോക്കുമ്പോ മിർക്കാത്തിൽ തന്നെ അത് പറഞ്ഞില്ലേ, നരകത്തീക്കൊരു പ്രത്യേകമുണ്ട്, അൽ മുമയ്യിസു ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ, ബാത്തിലിനെയും ഹക്കിനെയും വേർതിരിക്കുന്ന ഒരു തീയാണ് നരകത്തിലെത്തി, അതിൽ കരിയൂല എന്നാണ് പറഞ്ഞത്. അഥവാ ഖുർആൻ കൊണ്ട് അമല് ചെയ്ത മനുഷ്യൻ നരകത്തിൽ കരിക്കൂല, ഖുർആൻ മനപ്പാഠമാക്കിയ മനുഷ്യനെ നരകത്തിൽ കരിക്കൂല എന്നതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാചകമെടുത്തിട്ട് പറഞ്ഞു ഹബീബ് അങ്ങനെ പലതും പറയും. നിങ്ങൾ ആലോചിച്ചൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ടിപ്പം ഫലിക്കുന്നുണ്ടോന്നാ മൂപ്പർ ചോദ്യം. ഫലിക്കുന്നില്ലെങ്കിൽ പിന്നെ നുബുവത്തുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്നല്ലേ നമ്മൾ ആദ്യത്തെ വിശ്വസിക്കേണ്ടത്. ഒന്നാമത്തെ വാജിബാത്ത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. നമ്മൾ കലിമത്ത് തൗഹീദെങ്കിലും അതിലേക്കുള്ള ഗേറ്റല്ലേ മുത്തുനബി. അതുകൊണ്ട് മുത്തുനബിയെ പറ്റി പഠിപ്പിക്കലാണ് അവ്വൽ വാജിബാത്ത് എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ ഫത്ഹുൽ മുഈനിൽ അടക്കില്ലേ. ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ്? ആദ്യം പഠിപ്പിക്കേണ്ടത് മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയല്ലേ. നിങ്ങളെപ്പോഴും ബഹുമാനിച്ചു പറയുന്ന ശൈഖായ ആസിം റിഫായി അതിന്റെ പേരിൽ മാത്രം ഒരു കിതാബ് എഴുതിയിട്ടില്ലേ? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ അടിസ്ഥാനമാണ് ഈ ഹബീബായ തങ്ങളൊരു കാര്യം അങ്ങ് പറഞ്ഞാൽ അത് പുലരൽ അനിവാര്യതയാണ്. ആ അനിവാര്യതയെ ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മുടിക്കഷ്ണത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ അടിസ്ഥാനത്തെ പോലും ചോദ്യം ചെയ്തു. പക്ഷേ അതുകൊണ്ട് സത്യത്തിൽ അതിന്റെ വിധി എന്താണ്? വലിയ ഗൗരവമാണ്. ഞാനത് കുറ്റാടി വെച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കവും പറഞ്ഞിരുന്നു, ഇവർക്ക് ആ വിധിയൊന്നും ബാധകമല്ല. കാരണം ഇവർക്കത് ചിന്തിക്കാനുള്ള ശേഷി വേണ്ടേ, എന്നിട്ടല്ലേ വിധി. അപ്പൊ ഇവർക്കത് ചിന്തിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏപ്പിക്കാരായ മുഅ്മിനീങ്ങളായാലും നിങ്ങൾ വിശ്വസിക്കണം, ഉറപ്പിച്ച് വിശ്വസിക്കണം. മുത്തുനബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫലിക്കില്ല എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം പൊളിക്കലാണ്. അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ദീന് സ്വന്തം പൊളിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിച്ച് ആ ഉസ്താദിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്നു മാത്രമല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരൊറ്റ മുടിക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല. ഇപ്പോഴത്തെ മധുരം എന്താണെന്നറിയോ? ഞാൻ നീട്ടുന്നില്ല. അപ്പോ ഉസ്താദ് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അപ്പൊ ഇപ്പോഴുള്ള മധുരം എന്താന്ന് വെച്ചാല് ഞാൻ നിർത്തുകയാണ്. അപ്പൊ കളവ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ
കളവ് പറയുന്ന വിഷയത്തിൽ ചില ഇളവുകൾ ഉണ്ടാക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്നോട് നമ്മുടെ രാമന്തലി സാഹിബ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോ ഞാൻ കുറെ ദൂരെ തിരിച്ചു ഓടണല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ പോവും എന്ന് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അപ്പോ ഞാന് കുറച്ചു കാര്യം എന്റെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്, ഞാൻ പറയാണ്. അപ്പോ ഇപ്പോഴുള്ള വാദം, ഇപ്പൊ ലേറ്റസ്റ്റ് പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ആദ്യകാലത്ത് ഇത് കളവാണെന്ന് ബോധ്യപ്പെടുത്തിയ പ്രശ്നം കഴിയുമായിരുന്നു. കാരണം മുത്തുനബീന്റെ പേരിൽ കളവ് പറഞ്ഞ പോലെ പിന്നെ ആരെങ്കിലും എടുക്കുവോ? സാധാരണ തന്നെ കളവ് പറയുന്നവൻ ഇസ്ലാമിൽ വളരെ മോശം സ്ഥാനാണ്. പേരോട് എന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിൻ കളവ് പറയോ നബിയെ? ലാ, കളവ് പറയൂല. പിന്നെയും ചോദിച്ചോലോ, ലാ, ഒരു മുഅ്മിൻ കളവ് പറയൂല എന്ന ഹദീസ്. അതിന്റെ അർത്ഥം ഇനിയിപ്പോ പേരോട് അർത്ഥം വെച്ചോലും വെക്കണ്ട കേട്ടോ. കളവ് പറയുന്നവനെ പിടിച്ച് കാഫിറാക്കൊന്നും വേണ്ട, അതൊക്കെ വേറെ പ്രയോഗങ്ങളാണ്, അതൊക്കെ പഠിക്കേണ്ടതുണ്ട്. എന്തായാലും മുഅ്മിനീങ്ങൾ പൊതുവെ കളവ് പറയൂല, മറ്റു തെറ്റുകളെ പോലെയല്ല, കളവ് പറയൂല. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു മുഅ്മിൻ കളവ് പറയുമെന്ന് വെച്ചാൽ അത് നമുക്ക് ലാ 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 എന്ന് പറയാം. കാരണം നമ്മള് ഒരു ഓർഡിനറി മുഅ്മിനായ ഞാൻ പറഞ്ഞില്ല എന്റെ അവസ്ഥ. അതുപോലെ നിങ്ങളെല്ലാവരും, ഞാൻ വിശ്വസിക്കുക എന്നെക്കാളും ഉഷാറങ്ങളല്ലോ, ഒരാളും പറയൂല. അപ്പോഴിവരൊരു മദ്ഹബ് ഉണ്ടാക്കി, ഒരു പുതിയ മദ്ഹബ്. ഇതിപ്പം ഫർളായ കാര്യം എങ്ങനാ? എ.പി. ഉസ്താദ് പറയുന്നുണ്ടോ നിങ്ങളെല്ലാം വന്ന് ബർക്കത്തെടുക്കണം? നിങ്ങൾക്ക് വിശ്വസിക്കണ്ടേ? വിശ്വസിക്കാം. അപ്പോ അതങ്ങനെ കുറെ കളവുണ്ടല്ലോ, ബർക്കാത്തി സാദാത്തി നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോ ആയിക്കോട്ടെ, ഇനി ഇപ്പൊ കളവാണെന്ന് വന്നാൽ തന്നെ എന്തായിപ്പം വരിക? ഇത് മുടിയല്ലാണ്ടാവോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താന്നോ? കളവാണ്, നിങ്ങൾ അത് വിടി, അതിപ്പോ ഒരു ചെറിയൊരു തെറ്റിയത്. അപ്പൊ എന്നോട് ഒരാള് പറയാ, അതിപ്പോ ഏതോ ഒരു ഈ സമസ്തയിലൊരു പണ്ഡിതൻ ഏതോ ഒരാളോട് സലാം ചെല്ലിക്കുന്നു, ഏതൊരു മുബ്തദീനോട് സലാം ചെല്ലിക്കുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുബ്തദീനോട് സലാം ചെല്ലാമോ ചെല്ലിക്കൂടെ? അതൊരു വിഷയമാണ്. സലാം ചെല്ലുന്നതിന്റെ മസ്അല എന്താണ്? നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു ചെല്ലാൻ പാടില്ല, സുന്നത്തില്ല എന്ന് മാത്രമല്ല, അതിലൊരു രണ്ടാം വജ്ഹുണ്ട്, യുസ്തഹബ്ബു ലിഅന്നഹു മുസ്ലിം. അപ്പൊ രണ്ടാം കൗല് അതിലുണ്ട്. അസഹുഹുമാ, അതിലേറ്റവും സഹിയായത് ലാ മുസ്തഹബ് അല്ല, സുന്നത്തില്ല. ബൽ മുസ്തഹബില്ല, സുന്നത്തില്ല എന്ന് മാത്രമല്ല ചെല്ലാതിരിക്കലാണ് സുന്നത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഏതോ ഒരു പണ്ഡിതൻ ചെയ്തു, അഥവാ ചെല്ലൽ സുന്നത്തില്ലാത്ത ഒരു കാര്യം ചെയ്തു. അതുകൊണ്ട് അസമസ്തയിൽ ചെയ്തു എന്നുള്ള ഇനി തെളിവൊന്നുമില്ല കേട്ടോ. ഒരാള് ഒരു കേട്ട് കേൾവി, ആരോ സലാം ചൊല്ലി. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളേത് ലോകത്താ? നമ്മളീ ചർച്ചയുള്ള ചെയ്യപ്പെടുന്ന വിഷയമുണ്ടല്ലോ, മുത്തുനബീന്റെ പേരിൽ കളവ് പറയല്, അതിന്റെ നിയമം എന്താണെന്നറിയോ നിങ്ങള്? അത് അക്ബറുൽ കബായിറാണ്, അഥവാ വൻദോഷങ്ങളിൽ ഏറ്റവും വലുത്. ഇമാമിങ്ങൾ പറഞ്ഞു, അഥവാ ഈ കുഫറിന്റെ നേരെ ചോട്ടിലൊരു തെറ്റുണ്ടെങ്കിൽ അത്, അഥവാ ഇസ്ലാമെന്ന് പുറത്തു പോന്ന തെറ്റിന്റെ നേരെ ചോട്ടിലൊരു തെറ്റുണ്ടെങ്കിൽ അത് എന്ന് ഭൂരിപക്ഷ ഇമാമിങ്ങളും പറഞ്ഞപ്പോ നമ്മുടെ മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയും ഉസ്താദുമായ ഇമാം ജുബനി റളിയല്ലാഹു അൻഹുവും അതുപോലെ മാലിക്കി മദ്ഹബിലെ പല പണ്ഡിതന്മാരും പറഞ്ഞു കാഫിറനായി പോവും. എന്തായാലും കാഫിർ അല്ലെങ്കിൽ ഫാസിഖ്. അപ്പൊ ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തു, അതൊരു ചെറിയ തെറ്റല്ലെന്നാ ഇപ്പൊ ചോദിക്കുന്നത്. എങ്ങനെയാ നമ്മളിത് പറയാ? അവരോടിപ്പോ എന്താ പറയാ, ഇത് തെറ്റ്, കളവ് നടത്തി എന്നുള്ളത് ശരിയാണ്, ഒരു ചെറിയ തെറ്റല്ലേ. ഇപ്പൊ ഞാൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്ത്, ഫാസിഖാണെന്ന് ഉറച്ചോ? കാരണം എന്താന്ന് നബി റളിയല്ലാഹു അൻഹു ചെറു മുസ്ലിം പറയാം, ഒരു കളവ് പറഞ്ഞാൽ ഫാസിഖായി. നിബിധങ്ങളുടെ പേരിൽ ഇതിപ്പോ ഡസൻ കണക്കിന് കളവല്ല, അത്രയൊന്നും വേണ്ട, ഫാസിഖാകാൻ ഒറ്റ കളവ് പറഞ്ഞാൽ മതി. ഇപ്പൊ ഫാസിഖിന്റെ നിയമം എന്താ? മുബ്തദീന്റെ നിയമം പഠിക്കുന്നവരെല്ലാവരും പഠിക്കുക, അതിന്റെ തൊട്ടിപ്പുറം ഫാസിഖുന്നുണ്ടാവും. അമ്മൽ മുബ്തദിയു വൽ ഫാസിഖ് എന്നല്ലാതെ ഫിഖിന്റെ കിതാബിലും അതുപോലെ ഈ അഖ്ലാഖിന്റെ കിതാബിലൊന്നും നിങ്ങൾ കാണൂല. കാരണം ഫാസിഖും മുബ്തദിയും എന്താണ് ഒരേ ഗണത്തിലുള്ളതാണെന്ന് മാത്രമല്ല, ഈ മുബ്തദീന ചില കാര്യത്തിൽ സ്വീകരിക്കും, ഫാസിഖിന് ഒരു കാര്യത്തിലും സ്വീകരിക്കൂല.
ഫാസിഖ് എന്ന് പറഞ്ഞ അഥവാ തഅ്വീലിയായതല്ലാത്ത ഇത്തരം ഫിസ്കുണ്ടല്ലോ. ഈ അതിനെപ്പറ്റി നവവി റളിയല്ലാഹു പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കളവ് പറയുന്നതിനെ പറ്റി നവവി പറയാണ് അന്നഹു ഫാഹിഷത്തുൻ അലീമത്തുൻ വ മൂബിഖത്തുൻ കബീറത്തുൻ. അതങ്ങേറ്റം വൃത്തികേടാണ് എന്ന് മാത്രമല്ല വ മൂബിഖത്തുൻ കബീറത്തുൻ, അങ്ങേയറ്റം കരിച്ചു കളയുന്ന വൻ ദോഷാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴും ഇവർക്കൊരു സംശയം, അപ്പൊ അതൊക്കെ അഹ്കാമിൽ മാറ്റം വരുന്നതിനാണ്. അഹ്കാമിൽ മാറ്റം വരാത്ത തെറ്റുകൾ, കളവുകൾ പറയാമെന്നാണ് ഇപ്പോഴ് ഏപ്പിക്കാരെ മദ്ഹബ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ കാര്യമായിട്ട് ഹബീബിന്റെ പേരിൽ കളവ് പറഞ്ഞൊന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ടൊന്നും ഇപ്പൊ കാര്യമില്ല. കാരണം അവര് മതത്തെ ചെറുങ്ങനൊന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അയിമ്മത്തിന്റെ കറാമത്ത് എല്ലാ കിതാബിലും ഈ വിഷയം പറയുമ്പോ നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ശറഹുൽ മുസ്ലിമിൽ പറഞ്ഞു അന്നഹു ലാ ഫർഖ ഫീ തഹ്രീമിൽ കദിബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്കാമുള്ളതിലും അഹ്കാമില്ലാത്തതിലും എന്നുള്ള വേർതിരിവ് എന്തിനില്ല? മുത്തുനബിയുടെ പേരിൽ കളവ് പറയുന്നതിലില്ല. മവായില് വാതില് പറയുന്നതിനും പറ്റൂല, തെറഈബ് കൊതിപ്പിക്കുന്ന വിഷയത്തിൽ പറ്റൂല. ബർക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ തെറഈബിന്റെ ഇനത്തിലാ വരിക. അത് പേരോട് എന്നോട് ചോദിച്ചാൽ പേരോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചിലതിനെപ്പറ്റി ഈ ഭീഷണിപ്പെടുത്തുന്ന അഥവാ നരകത്തെപ്പറ്റിയൊക്കെ ഇതിലുള്ള തെർഹീബ്, അങ്ങനത്തെ യാതൊരു വിഷയത്തിലും കളവ് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറയാണ്. എങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് എങ്ങനെ പറ്റൂന്ന് അഭിപ്രായമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് ഹബീബിന്റെ പേരിൽ കളവ് പറയൽ കുറ്റമാണ് എന്ന് പഠിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അഥവാ കളവ് പറയൽ എന്നെ തെറ്റാണ് എന്ന് അറിയുന്ന ഒരു സമൂഹത്തിൽ കളവ് പറയുന്ന ആളെ സാക്ഷിക്ക് പറ്റൂല, ഒന്നിനും പറ്റൂല എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഇവരിപ്പുണ്ടാക്കിയ ഒരു മുസീബത്താണ് കളവ് പറയൽ. അങ്ങനൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. നബിതങ്ങളുടെ പേരിൽ കളവ് പറയല് ഹുക്കുമ് മാറിപ്പോകുന്ന വിഷയത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് എത്തി. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പിന്നെ ഇനി നമ്മളെ പ്രശ്നം, നമ്മൾ എങ്ങനെയാണ് ഇത് പ്രബോധനം നടത്തുക എന്നുള്ള ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി. കാരണം ഇവര് രക്ഷപ്പെടാൻ വേണ്ടി ദീനിന്റെ എന്തും മാറ്റും. അങ്ങനെ ഇവരിപ്പോ രക്ഷപ്പെടാൻ വേണ്ടി മാറ്റി എത്തിയതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്നത് ഓരും പഠിച്ചവരും തമ്മിലായിക്കോട്ടെ ഒറ്റ സംഭവം പറഞ്ഞാൽ നിർത്തുകയാണ്. ഇത് ചില ആൾക്കാരിലൊക്കെ അങ്ങനെ ഒരു ധാരണ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ചില ആളുകളൊക്കെ ഖുർആനിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടപ്പോ, ഖുർആനിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നു എന്ന ഒരു വിഷയം വന്നപ്പോ അയാള് എല്ലാ ഈ സൂറത്തുകൾക്കും ഫളായിലുകള് മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യാജം നിർമ്മിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമായിട്ട് പറഞ്ഞു, യാസീൻ ഓതിയാൽ ഇന്ന് ഗുണമുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഇന്ന് ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ സംഭവിക്കുക എന്താണ്? അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ എന്താ സംഭവിക്കുക? യാസീൻ ഓതലിന് വലിയ ഫലമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ യാസീൻ ഓതും. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണ് ഇമാമിങ്ങൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഫാഹിഷത്തുൻ അലീമത്തുൻ, അങ്ങേയറ്റം വൃത്തികേടാണ്, മൂബിഖത്തുൻ കബീറത്തുൻ എന്ന് പറഞ്ഞ അംബിഷയത്തെ പറ്റിയാ. അപ്പോ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോ ഒന്ന് ആലോചിച്ചോക്ക്, ഈ യാസീൻ ഓതുക എന്നുള്ള അമലിന്റെ മഹത്വം ഒരാൾ കൂടുതലങ്ങ് പറഞ്ഞു പോയാൽ നാലാള് യാസീൻ ഓതുകയല്ലേ ചെയ്യാ. പക്ഷേ അങ്ങനെ പോലും ഹബീബിന്റെ പേരിൽ അങ്ങനെ മൗദുവാണ് അഥവാ കളവ് പറയുന്ന ആളിലൂടെ വന്ന ഒരു റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് യാസീൻ ഓതാൻ പോലും പാടില്ല. അങ്ങനെ ഒരാൾ യാസീൻ ഓതുന്നത് കണ്ടാൽ എന്താ നിയമം എന്നറിയോ? പണ്ഡിതന്മാര് അതോട് മനസ്സിലാകുകയാണെങ്കിൽ അഥവാ അയാള് അതടിസ്ഥാനത്തിലാണ് യാസീൻ ഓതുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് ബാധ്യതയാണ് അങ്ങനെ യാസീൻ ഓതാൻ മുത്തുനബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ അങ്ങനെ യാസീൻ ഓതുന്നതിന് ഉപേക്ഷിക്കണം എന്ന് പറയണം. എന്നിട്ടല്ലേ നിങ്ങളെ മുടി ഏതുവരെ എന്ന് വെച്ചോ, ഏതുവരെ എന്ന് പറഞ്ഞാല് ഇമാം ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, അതുപോലെ അബൂ സാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു, ഒരു സാധാരണക്കാരന്റെ അടുത്തുനിന്ന് ഒരു പണ്ഡിതൻ അഥവാ തുടരപ്പെടുന്ന ഒരാള്, ആൾക്കാർ കണ്ടാൽ ഇയാളും
ഒരു തുടരാൻ പറ്റുന്ന ആളാണെന്ന് ജനങ്ങൾക്ക് ധാരണയുള്ള ഒരാള് ഒരു സുന്നത്തില്ലാത്ത, ഉദാഹരണം ഞാനൊരു ഉദാഹരണം പറയാന്ന്, നമ്മളിപ്പോ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്തില്ല. അപ്പൊ ഒരു പണ്ഡിതൻ അങ്ങനെ കൈ ഉയർത്തി ഒരു സാധാരണക്കാരൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ പണ്ഡിതന്റെ വിധി എന്താണ്? ഇമാമിങ്ങൾ പറഞ്ഞത് അയാള് മുത്തുനബിയുടെ പേരിൽ കളവ് പറഞ്ഞു, ചില്ലറ വിഷയമല്ല. അയാൾ എന്താ ചെയ്തിട്ടുള്ളൂ? സുന്നത്തല്ലാത്തൊരു കാര്യം ചെയ്തു. പക്ഷെ ചെയ്യുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും ഇത് മുത്തുനബിയുടേതാണ്, മുത്തുനബി പഠിപ്പിച്ചതാണ്. അങ്ങനെ കളവ് വരും. അതുകൊണ്ട് അതുപോലും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇമാമിങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞു, മൊയ്ലിയാന്മാര് അഥവാ ഇക്കാലത്ത് മൊയ്ലിയാന്മാരെന്ന് പറയുന്നത് പണ്ഡിതന്മാര് സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഈ കളവ് പറയാ, മുത്തുനബിയുടെ പേരിൽ കളവ് പറയുക എന്നുള്ള വിഷയം, ഞാനതിന് ഗൗരവമുള്ളതുകൊണ്ടാണ് ഞാനത് ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്നത്. ഒരു നിലക്കും അനുവദനീയമല്ല. ഇനി ഞാൻ ഒറ്റ വിഷയം കൂടി, നമ്മുടെ മർക്കസിന് തറക്കല്ലിട്ടൊരു പണ്ഡിതനുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, ആരാ? സയ്യിദ് അലവി മാലിക്കി. അദ്ദേഹത്തിന്റെ ഒരു കിതാബ് അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ ഒരൊറ്റ വിഷയം ഞാൻ പറയാണ്. ഇവര് പറയുന്നത്, ഇവരെ ധാരണ, ഞാൻ ഈ ഒരു വിഷയം പറയാൻ ഈ സാഹചര്യത്തിൽ അത്യാവശ്യമായതുകൊണ്ടാണ് പറയുന്നത്. ഇവരെ ധാരണ ഈ ഹദീസ് അല്ലെങ്കിൽ, ഹദീസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതൊക്കെ ഹദീസാണ്, നിബിധങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന എല്ലാം ഹദീസാണ്. മായുദാഫു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിന്റെ ആമായ താരീഫ്. അപ്പൊ ഇതൊക്കെ ഇതാണ്. അപ്പൊ അവിടെ ഈ മുടിയൊന്നും ചേർക്കുന്നതിന് പ്രശ്നമില്ല, അതിന് തെളിവ് വേണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് പറ്റി നമ്മുടെ ഇവരുടെ മർക്കസിന് തർക്കല്ലിട്ട സയ്യിദ് അലവി മാലിക്കി ലോക പ്രശസ്ത പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മരം മുറിച്ചു. ജനങ്ങളൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബൈഅത്ത് ചെയ്ത മരമാണെന്നുള്ള പറഞ്ഞ് ബർക്കത്തെടുക്കുന്ന ഒരു മരം മുറിച്ചു കളഞ്ഞു. അതിന് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വദാലിക്കലി അന്ന ശജറത്തിലെത്തി ഖത്അഹ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മുറിച്ചു എന്ന് പറയുന്ന മരം ശജറത്തുൻ, ഒരു മരമാണ്. ജഅമൻ നാസു അന്നഹ ശജറത്തു റിദ്വാൻ, ജനങ്ങളൊക്കെ വാദിക്കുന്നത് അത് ശജറത്തു റിദ്വാനാണ്, ഇത് അഹ്കാമു ഒന്നും ഉള്ളതല്ലോ, ഒരു മരം. എന്നിട്ട് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ബർക്കത്തിടും. വഹാദാ അമലുൻ ബാത്തുലുൻ, അത് ബാത്തിലായ അമലാണ്. കാരണം എന്താ? ലി അന്നഹു ശൈഉൻ ലാ തസിഹു നിസ്ബത്തുഹു ഇലാ സ്വാഹിബിഹി, അവിടെ ഒന്നും മുത്തുനബിയിലേക്ക് നിസ്ബ ചെയ്യൽ, ചേർക്കൽ സ്വഹിയായി വന്നിട്ടില്ല. മരം. എന്നിട്ട് പറയാണ് ഫഹും നസബു, അവര് ചേർത്തു, അവിടുത്തെ മനുഷ്യന്മാർ ചേർത്തു അശ്ശജറത്ത്, ഒരു മരത്തെ, ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയിലേക്ക് ചേർത്തു. വമിൻ ഹുനാ, അതുകൊണ്ട് എക്കാരണത്താൽ ഇസ്തദത്തു ഗൈറത്തു സ്വഹാബിയുൽ ജലീൽ അലാ ഹാദിഹിൽ ഇലാഫത്തിൽ മശ്കൂക്ക് ഫീ, ഇങ്ങനെ സംശയാസ്പദമായ ഒന്നിനെ പിടിച്ച് മുത്തുനബിയിലേക്ക് ചേർത്തതിനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം പിടിച്ചത്. വെറുവാമല്ല, അങ്ങ് ശിദ്ദത്തുണ്ടായത്, ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു? മുറിച്ചു കളഞ്ഞത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, ഇവർക്ക് ചില കാര്യമുണ്ട്, ഇവര് അത് നബിയുടേതാണെന്ന് പറയപ്പെട്ടാൽ, ആര് പറയപ്പെട്ടാൽ, ഏത് ഫാസിക്ക് പറഞ്ഞാലും സ്വീകരിക്കണം, ഏത് തെമ്മാടി പറഞ്ഞാലും സ്വീകരിക്കണം. മൊയ്ലിയാർ അതിന്റെ പേര് ഹറാം എന്ന. ഒരു തെമ്മാടി പറഞ്ഞു ഇത് മുത്തുനബിയുടേതാണെന്ന് പറഞ്ഞാൽ ഹക്കീകത്തിലായി അത് ആണോ അല്ലയോ എന്ന് നോക്കേണ്ട വിഷയം തന്നെയില്ല. അയാൾ അവലംബിച്ച് മുത്തുനബിയിലേക്ക് ചേർത്താൽ അത് ഹറാമാണ്. അത് നിങ്ങൾക്ക് ഏത് കിതാബുർ റിസാല, ഇമാമുൽ ശാഫി റളിയല്ലാഹു അൻഹു ലോകത്താദ്യമായ അടിസ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ്, ആ കിതാബിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കാര്യം ചേർക്കണമെങ്കിൽ അത് ആണെന്നുള്ള തെളിവ് കിട്ടണം, അല്ലാന്ന് തെളിയാണ്ടെന്നാ പോരാ. ചിലപ്പോ പേരോട് ഇപ്പൊ വല്ലാണ്ട് കിതാബ് ഓതിട്ട് ഇപ്പൊ തിരിഞ്ഞ് അല്ലാന്നുള്ളതിന് തെളിവ് എന്താണ്? മൊയ്ലിയാർ ആണെന്നുള്ളതിനാ തെളിവ് വേണ്ടി. കുറച്ചെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. ഈ എന്നോടിപ്പം വരുന്നേരം എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാനിങ്ങനെ എന്തായിരിക്കും പേരോണ്ട് പറ്റിയെന്ന് പറഞ്ഞപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞു, മൂപ്പർ ശംസുൽ ഉലമേനെയൊക്കെ വല്ലാതെ ചെറുപ്പത്തില്
പരിഹസിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴടുത്താണ് ഞാനതൊക്കെ കേട്ടത്. അപ്പോ അതിന്റെ പൊരുത്തക്കേടാണ്. മറ്റ് ലോകത്തേതെങ്കിലും മൊയ്ലാർ പറയോ ഒരു കാര്യം, ഒരു കഷ്ണം എടുക്കുക, എന്തെങ്കിലും എടുക്കുക, ഏതെങ്കിലും ഒരു തെമ്മാടി പറയാ ഇത് മുത്തുനബിന്റെ ആണ്, പിന്നെന്ത് ചെയ്യരുത്? അതിനെപ്പറ്റി ചോദിച്ചാല് ജൂതൻ, ഇത് എവിടുന്ന് കിട്ടിയ, എങ്ങനെയാണ് കിട്ടിയത്? ജൂതൻ. എന്നാല് ഞാൻ പിന്നെ എല്ലാം കൂടി ഇവർ പറയുന്നില്ല. നമ്മളിപ്പോ ഇവരെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആര്? ഈ സുലൈമാൻ മൊയ്ലാർ. ഈ സുലൈമാൻ മൊയ്ലാർ അവതാരിക എഴുതിയ ഒരു കിതാബുണ്ട്, തസ്കീലുൽ മിർആത്ത്. അതിന് അടിക്കുറിപ്പ് അവതാരിക എഴുതിയ ഈ സുലൈമാൻ മൊയ്ലാർ. അത് എഴുതിയതോ നമ്മൾ AP ഔക്കർ ഉസ്താദ് ഉണ്ടല്ലോ, ഓക്കെ ഉസ്താദ്, നബറല്ലാഹു മർക്കദ. ആ ഓക്കെ ഉസ്താദിന്റെ മകൻ ഇന്നും അവിടെ ദർശന പണ്ഡിതൻ എഴുതിയ കിതാബ്, അക്കിതാബിൽ എടുത്തു നോക്കി അങ്ങക്ക് എല്ലാവർക്കും കാണാം. മൂല്യന്മാര് ആ കൂട്ടത്തിലുള്ള മൂല്യന്മാർ നിർത്തി നോക്കിയോ, അവിടെ കാണാം അസ്ബാബ് ഹുക്കുമുൽ വദഅ്, മുത്തുനബിയുടെ പേരിൽ കളവാണെന്ന് വിധിക്കുന്നതിന്റെ സബബുകൾ എങ്ങനെയൊക്കെ വിധിക്കാം. അവിടെ പറയാണ് ഖരീനത്തുൽ ഹാല്, അവസ്ഥയുടെ സാഹചര്യം നോക്കിയിട്ട് സാഹചര്യത്തെ വെച്ച് വിധിക്കാം. അപ്പോ ഇത് പറയുമ്പോ ഞാനിത് പറയുമ്പോ ഇപ്പോ മുലമരുന്ന് അപ്പുറത്ത് മുലമരുന്ന് പറയുന്നോ, അത് ഹദീസിനെ പറ്റിയാണ്. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞ എന്താണെന്നറിയോ? ഖലീഫ മഹദി റളിയല്ലാഹു അൻഹു, ഹാറൂൺ റഷീദിന്റെ വാപ്പ, മഹാനവർ പണ്ഡിതനും കൂടിയാണ്. ഉസ്താദ് വരുന്നുണ്ട്, ഈ സംഭവം പറയാൻ നിർത്തുകയാണ്. അപ്പോ മഹാനവറുകളുടെ അടുത്തേക്ക് ഒരാൾ ഒരു ചെരുപ്പും കൊണ്ടുപോയി. ചെരുപ്പും കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉസ്താദ് വരുന്നുണ്ട്, എന്നെ ഒന്ന് ഒഴിവാക്കി തരാം, ഞാനിപ്പോ എന്റെ സമയം പിന്നെയും പോവും, നിങ്ങൾ അങ്ങോട്ട് നോക്കിയ. അപ്പോ ഉസ്താദ് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്, ഞാനിത് ഈ വിഷയം പറഞ്ഞ് നിർത്തുകയാണ്. എല്ലാവരും ശ്രദ്ധ ഇങ്ങോട്ടും തഅ്ദീം അങ്ങോട്ടും കൊടുത്തു. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാൻ പറയാൻ ലേറ്റ് ആവുക, അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പോ നമ്മളെ ഇവരെ പ്രസിഡന്റിന് അവതാരിക എഴുതിയ കിതാബിലുള്ളത് ഒരു ആള് ഈ ഹാറൂൺ റഷീദിന്റെ ബാപ്പ മഹദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ചെരുപ്പുണ്ട്. ചെരുപ്പ് കൊണ്ടെന്ന് പറഞ്ഞു, ഇത് മുത്തുനബിയുടെ ചെരുപ്പാണെന്ന് പറഞ്ഞു. അപ്പോ തൽക്കാലം മൂപ്പറം ചെയ്ത് ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് പൈസയും കൊടുത്ത് അയാൾ വിട്ടു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞെന്താണോ, വല്ലാഹി ഇത് മുത്തുനബിയുടെ ചെരുപ്പല്ല. കാരണം എന്താണ്? അവിടെ വ്യാഖ്യാനിക്കാണത് ഐബി ഖരീനത്തുൽ ഹാലി, കൊണ്ടുവന്നാളെ അവസ്ഥ കണ്ടാ തിരിയല്ലോ, ഇത് മുത്തുനബിയുടെ ചെരുപ്പല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അയിനാ സാറത്ത്, ഓൻ എവിടുന്ന് കിട്ടിയാനാ, ഓന്റെ ഉമ്മാക്ക് അനന്തരം കിട്ടിയാണെന്നാ ചോദിച്ചത്. ആര്? ഹാറൂൺ റഷീദിന്റെ വാപ്പ മഹദി റളിയല്ലാഹു അൻഹു ഒരു കള്ളച്ചെരുപ്പും കൊണ്ട് പോയപ്പോ ചോദിച്ചു, ഓന്റെ ഉമ്മാക്ക് ശ്രീധരൻ കിട്ടിയാന്നാ. ഇപ്പൊ ചിലയാൾക്ക് ഭയങ്കര വിഷമമുണ്ട്, ഏതോ പെണ്ണിന്റെ മുടിയാന്ന് പറഞ്ഞ്. അങ്ങനെയാ ചോദിക്കുക, എന്റെ ഉമ്മാക്ക് ശ്രീധരൻ കിട്ടിയാണോ, ഓന്റെ ഉമ്മാക്ക് ശ്രീധരൻ കിട്ടിയാണോ, അല്ലെങ്കിൽ അനന്തരം കിട്ടിയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് അത് നമ്മളെ ഇവരെന്ത് ചെയ്തു? തെളിവ് തെറിച്ചൊന്നിന്. ഇവര് മാത്രമല്ല കേട്ടോ, ഇമാം ദർക്കശ് റളിയല്ലാഹു അൻഹു തെളിവ് തെറിച്ചിട്ടുണ്ട്. ഇവരെന്തിന് തെളിവ് തെറിച്ചു? സാഹചര്യ തെളിവ് നോക്കിയിട്ട് ഇതല്ലാന്ന് വിധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്നാമത്തെ സാഹചര്യത്തിൽ AP കൊണ്ടുവന്ന് അന്നേരം തന്നെ വിധിച്ചുകൂടെ? ഇനി വേറെ എന്തെങ്കിലും തെളിവാണോ? മൗദൂ എന്ന് പറയാൻ തന്നെ മുത്തുനബിന്റെ പേരിൽ കളവ് പറഞ്ഞവനോ അല്ലെങ്കിൽ മുത്തഹമ്മുമ്പിൽ കദിബായ മതി. മൂപ്പർക്ക് എമ്പാടുണ്ടെന്ന് ആദ്യം സമസ്തക്കറിയാം, നമുക്കല്ല അറിഞ്ഞൂടാത്ത. അപ്പൊ അവരാദ്യം വിധിച്ചു. രണ്ടാമത് നമ്മക്കിപ്പം ബോധ്യപ്പെട്ടു, ഇനി അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല നമ്മൾ കുരുവട്ടൂര് വന്ന് ഒരൊറ്റ ഏപ്പിക്കാര് തിരിഞ്ഞു നോക്കില്ല, ഒരൊറ്റ ഒരാൾ തിരിഞ്ഞു നോക്കില്ല. അയാൾ എന്തെല്ലാം കൊണ്ടുവന്ന് മുത്തുനബിക്ക് സലാം ജില്ലയ്ക്ക് അല്ലൊക്കെ കൊണ്ടുവന്ന് മർക്കസിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാര്, എല്ലാവരും പറയുന്നുണ്ട് മർക്കസിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാര്, ഞാൻ മുമ്പേ മനസ്സിലാക്കിയിരിക്കുന്നത് AP-നോടുള്ള പ്രേമാണ്, മുഹബത്താണ്, മുത്തുനബീനോടല്ല. മുത്തുനബീനോടുള്ള മുഹബത്തുള്ള ആൾ അങ്ങോട്ട് പോകില്ലല്ലോ. അപ്പോ AP-നോടുള്ള മുഹബത്താണെന്ന് അള്ളാഹ് നമുക്കും കാണിച്ചത്. കാരണം എന്താ? ഒരു 2 കഷ്ണം മുടിയാണ് ആളുള്ളത്. ഇവിടെ ഉള്ളതോ മുടി, സലാം പറഞ്ഞ കല്ല്, പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുടി, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മുടി, എല്ലാവരും ഏകദേശം എല്ലാം ഉണ്ട്.
എന്നിട്ട് ഒരൊറ്റ ഏപ്പിക്കാരനാണ് കയറി വെക്കാൻ. എന്താ ഇവർക്ക് മുത്തുനബീനോടുള്ള മുഹബത്താണെങ്കിൽ അവിടെയല്ലേ പോവുക, ഇതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവൂലേ? അപ്പൊ ഇവരൊക്കെ കാന്തപുരം ഫാൻസ് അസോസിയേഷനാണ്. അതുകൊണ്ട് ഈമാൻ സലാമത്താണെങ്കിൽ വളഞ്ഞ വടിക്ക്, പണ്ട് എനിക്ക് പേരോട് പറഞ്ഞ അടിസ്ഥാനം പറയാൻ നിർത്തുകയാണ്, വളഞ്ഞ വടിക്ക് നേരെയുള്ള നേലുണ്ടാവുമെന്ന് വിചാരിച്ച ആരും കണക്കണ്ട. വളഞ്ഞ വടിക്ക് നേരെയുള്ള നേലുണ്ടാവൂല, അത് പേരോട് പറഞ്ഞാ ഇപ്പൊ മൂപ്പർ അടിസ്ഥാനം മാറ്റുന്നേരം ഞാൻ തെളിവേറുണ്ട്. അപ്പോ എന്താണ് AP അബൂബക്കർ മുസ്ലിയാർക്ക് അത് വളഞ്ഞ വടിയാ. ഇനിയിപ്പൊ അതിന്റെ താഴെ ഭയങ്കര നല്ല നിഴലും അന്വേഷിച്ചു പോക്ക് ഭ്രാന്താണ് പേരോട് ഭാഷയിൽ പറഞ്ഞ. അതുകൊണ്ട് ഈ ഇമാമിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുത്തുനബീന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞാൽ ഫാസിക്കാണ്. അയാള് തൗബ ചെയ്താൽ പോലും അയാളെ തൗബ അല്ലാഹു സ്വീകരിക്കും, പക്ഷേ നമുക്ക് അയാൾ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാ പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ശ്രമിക്കുന്ന, എന്നെ പോലെ അവരെയൊക്കെ സ്നേഹിക്കുന്ന, പണ്ട് ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് വിഷയം ഒന്ന് പഠിച്ചാൽ നരകത്തിൽ പോകുന്നെല്ലാം പറയുന്നത് വൃത്തിയ. കാരണം നമുക്ക് അള്ളാഹു തന്ന ഒരാൾക്ക് എത്രയാണോ അള്ളാഹു തന്ന അത് ഉപയോഗിക്കണം. അല്ലാതെ പണ്ട് തക്ലീദ് എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് അതാ ഇതാ തക്ലീദ്, വലിയമാർ പറയുന്നൊക്കെ അങ്ങ് സ്വീകരിക്കലാ തക്ലീദ്. അതുകൊണ്ട് സാഹചര്യ തെളിവുകളിൽ നിന്ന് ഒരാൾ പഠിച്ചിട്ട് വ്യക്തമായി ബോധ്യപ്പെടാൻ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇയാളെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ യൗമനദൂകുല്ല ഉനാസിൻ ബി ഇമാമിഹിം, അവസാനം എല്ലാവരെയും അവരെ നേതാക്കളിലേക്ക് ചേർത്ത് വിളിക്കും. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്ത് വിളിച്ച പോണ്ട സ്ഥലം ഞാൻ ഭയപ്പെടുകയാണ്. അള്ളാഹു അദ്ദേഹത്തെയും നന്നാക്കി സ്വർഗത്തിൽ കടക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിനും നല്ല ബുദ്ധി കൊടുക്കട്ടെ, എല്ലാവരും നന്നാവണം, എല്ലാവരും അദ്ദേഹമടക്കം എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ഈ തറവാട്ടിലേക്ക് മടങ്ങി വരാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ അവസ്ഥയിൽ നമ്മൾക്ക് ഇങ്ങനെ പറയാനേ പറ്റൂ. അള്ളാഹു എല്ലാവരെയും നന്നാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഉസ്താദിന് വേണ്ടി വഴിമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.